ഗോഡ് ഗ്രേസ് ഒരു 4 മാസം കൊണ്ട് ഫസ്റ്റ് എഡിഷൻ കംപ്ലീറ്റ് കഴിഞ്ഞു. സെക്കൻഡ് എഡിഷൻ വന്നപ്പം DC പോലെ മലയാളത്തിലെ പുസ്തകങ്ങളുടെ 60% ഷെയർ ഹോൾഡറാണ് DC. 60+% ഷെയർ ഹോൾഡേഴ്സ് അവരാണ്. അതിൽ DC ലോഗോ കൂടാതെ ഞങ്ങളുടെ യൂണിവേഴ്സിന്റെ ലോഗോ എനിക്കത് അൾട്ടിമേറ്റ്ലി എന്താ പറയാ, ഞാൻ സർപ്രൈസ് ആയിട്ട് ഞാൻ പാതിരാത്രി വിളിച്ചു ചീത്ത പറഞ്ഞു, ഇതിന്റെ ബാക്കി എവിടെ, ഇപ്പൊ കെട്ടിയില്ലെങ്കിൽ ഞാൻ മരിക്കും. ഭൂമി ഉണ്ടായത് ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നതാണ്. ബിഗ് ബാങ് തിയറിയെ ഗോഡ്സ് പാർട്ടിക്കിളിന്റെ കണ്ടുപിടുത്തത്തോടു കൂടി തള്ളിക്കളഞ്ഞ ഒരുപാട് സയന്റിസ്റ്റുകൾ ഇന്നുണ്ട്. സോ ഈ ബിഗ് ബാങ് തിയറിയെ ഞാൻ വേറൊരു വെർഷനിൽ കൊണ്ടുപോകും. അതായത് ഇരുട്ട് നിറഞ്ഞ പ്രപഞ്ചത്തിൽ 5 ഗ്രഹങ്ങൾ, അവരാണ് സുപ്രീം പ്രൈമോഡിയൽസ്. അവർക്ക് മേലെ ഇനി ഒന്നുമില്ല. മനുഷ്യനായിരുന്ന നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് ദോഷം ചെയ്തുകൊണ്ടിരുന്ന പലതിനെയും നശിപ്പിക്കുകയോ അടക്കി നിർത്തുകയോ ചെയ്ത ആ വന്ന ആൾക്കാരെ ആരാധനയോടെ കാണാൻ തുടങ്ങി. എന്റെ കൺസെപ്റ്റ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ഇതാണ്. 12 എപ്പിസോഡായപ്പോൾ 12 ഭാഗങ്ങളായപ്പോൾ 13ാമത്തെ ഭാഗം എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടുത്തുന്നില്ല. ടോട്ടൽ അവിടെ നിന്ന് പോയി. അത് പിന്നെ ഞാൻ 1 ചെറുകഥകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇതിന്റെ ഫുൾ നെയിമാണ് ഒശാന മൗണ്ടൻ ക്രോണിക്കിൾസ്. മൂലങ്കുഴിയിലെ മൂയും ഹലോ, അപ്പൊ വെൽക്കം ടു ദി ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് ടോക്ക് വിത്ത് മെറീന. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്, ഇവിടെ ഇപ്പൊ നമ്മളൊക്കെ ജീവിക്കുന്ന ഈ യൂണിവേഴ്സ് അല്ലാതെ ഈ പ്രപഞ്ചത്തിന്റെ വേറെ എവിടെയുള്ള ഒരു യൂണിവേഴ്സിനെ പറ്റി ഇങ്ങനെ ഒരു ലോകം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന 2 ആൾക്കാരാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല, നമുക്ക് അവരിലേക്ക് പോവാം. ഹായ്. ഹലോ. ബിനുവിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, കുറെ നാളായിട്ട് എൻ്റെ ഫ്രണ്ടാണ്, എന്നെ ഞാൻ സഹിക്കുന്ന ഒരു ഫ്രണ്ടാണ്. ആൻഡ് സംഗീത്, നിങ്ങൾ 2 പേരും കൂടി ഇറക്കിയ ഒരു പുസ്തകമാണ് ആക്ച്വലി ഞാൻ വായിച്ചിട്ടുള്ളൂ. 2ാമത്തെ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ, ആദ്യത്തേത് ഉടനെ തീരും എന്നുള്ളത് വിചാരിച്ചിട്ടാണ് ഞാൻ വായിക്കുന്നത്. ഇതിന്റെ ഒരു സംഭവം എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ച ഒരു സാധനമല്ല എന്നുള്ളത് ഫസ്റ്റ് ബുക്ക് വായിച്ചപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത്. കോഡെക്സ്. എന്താണ് സത്യത്തിൽ നിങ്ങൾ പാരലലായിട്ട് പ്ലാൻ ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഇത് പറയാനുള്ളതാണെങ്കിൽ, ഐ എം എ ഡൈ ഹാർഡ് ഫാൻ ഓഫ് മാർവൽ, DC, എസ്പെഷ്യലി കോമിക്സ്. അപ്പം അതിൽ നമ്മൾ കാണുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ അവഞ്ചർ, ജസ്റ്റിസ് ലീഗ്, ഈ കുറേ യൂണിവേഴ്സ് കാര്യങ്ങളുണ്ട്. അപ്പം അതിൽ ഭയങ്കരമായ ഫാൻ ആയതുകൊണ്ട് തന്നെ എന്നോടൊരു സുഹൃത്തൊരു കഥയുടെ കണ്ടന്റ് ചോദിച്ചു. കോഡെക്സ് ഉണ്ടായ കഥയാണ് പറയുന്നത്. ഒരു കണ്ടന്റ് ചോദിച്ചു. അപ്പോൾ ആൾക്ക് ഞാനൊരു സംഭവം പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ഒരു ജെനറ്റിക്സിൻ്റെ കാര്യമൊക്കെ വെച്ചിട്ട് നമ്മുടെ മിത്തുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് മഹാഭാരതവുമായി ലിങ്ക് ചെയ്തിട്ട് ഞാനൊരു സംഭവം പറഞ്ഞു. ആൾ കേട്ടിട്ട് ഓക്കെ പറഞ്ഞു. പിന്നീട് ഒരു അപ്ഡേഷനും ഇല്ല. അതിനുശേഷം നമ്മുടെ സൗഹൃദവലയത്തിൽ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യും. അവർ പറഞ്ഞു, ഇതൊരു കാര്യം ചെയ്യും, ഇത് എഴുത്. എനിക്ക് പൊതുവെ ഈ ഫേസ്ബുക്കിലൊക്കെ ഒരു പേര് ശ്രീവിരുദ്ധൻ എന്ന് പറഞ്ഞൊരു ടാഗുണ്ട്. അപ്പം നമ്മൾ കണ്ട കഥകളിൽ, അല്ലെങ്കിൽ മലയാളത്തിൽ ഇറങ്ങിയിരിക്കുന്ന പൊതുവെ എല്ലാ കഥകളിലും സ്ത്രീപക്ഷ കഥകൾ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ആണിനെ തെറി വിളിക്കുന്നത്, അല്ലെങ്കിൽ സ്ത്രീപക്ഷം എന്ന് പറയുന്നത്. സോ ഞാൻ എനിക്ക് എന്തായാലും ഓൾറെഡി ഒരു ടാഗ് തന്നിട്ടുണ്ട്, അയാമേ ശ്രീവിരുദ്ധൻ. എന്നാൽ പിന്നെ ടാഗ് മാറ്റിയിട്ട് എന്തുകൊണ്ട് മലയാളത്തിലെ ഫസ്റ്റ് മെറ്റാ ഹ്യൂമൻ അല്ലെങ്കിൽ സൂപ്പർ ഹ്യൂമൻ കൺസെപ്റ്റ് ചെയ്തുകൂടാ? ആ കൺസെപ്റ്റിൽ കഥ എഴുതുകയും അതിന് ആദ്യം എഴുതുമ്പോൾ 1-2 പാർട്ട് എന്നുള്ള കൺസെപ്റ്റിലായിരുന്നു. അതാണ് മെറിൻ വായിച്ച് അവിടെ തീർന്നു പോയത്. അപ്പം മഹാഭാരതമായി ലിങ്ക് ചെയ്തു. മഹാഭാരത യുദ്ധത്തിന് കാരണം തന്നെ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയെ ആൾട്ടർനേറ്റീവ് വെർഷനിലാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എന്ത് പറഞ്ഞാലും നമ്മള് സ്പോയിൽ ചെയ്യണ്ട. പക്ഷെ ഫസ്റ്റത്തെ ആ ഒരു ബുക്ക് വായിച്ച സമയത്ത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു സംഭവം, ഒന്ന്, ഞാൻ ഇവന്റെ ഗരുഡ അതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാം എങ്ങനെയാണ് ആക്ഷൻ സീക്വൻസ്, ഇതൊക്കെ അറിയാം. പക്ഷെ ഞാൻ വിചാരിക്കാത്തൊരു സംഭവമായിരുന്നു എനിക്ക് അതിനകത്ത് നിന്ന് കിട്ടിയത്. ആൻഡ് ഇത് തുടരും എന്നുള്ള കഥകൾ വായിക്കാൻ മനക്കെട്ടില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ നേരത്തെ ഫേസ്ബുക്കിൽ എഴുതുമ്പോഴാണെങ്കിലും ലിങ്കുകളെല്ലാം ചേർത്ത് വെച്ചിട്ട് അവസാന ഭാഗവും പോസ്റ്റായി ഉറപ്പായതിനു ശേഷം വായിക്കണ ഒരാളാണ്. പക്ഷെ ഇതെന്റെ അടുത്ത് പറഞ്ഞില്ല. വർഷങ്ങൾ എടുക്കുമല്ലോ, കാരണം 8-9 പുസ്തകങ്ങൾ. എനിക്കത് അൾട്ടിമേറ്റ്ലി എന്താ പറയാ, ഞാൻ സർപ്രൈസ് ആയിട്ട് ഞാൻ പാതിരാത്രി വിളിച്ചു ചീത്ത പറഞ്ഞു, ഇതിന്റെ ബാക്കി എവിടെ, ഇപ്പൊ കെട്ടിയില്ലെങ്കിൽ ഞാൻ മരിക്കും. അപ്പോഴാണ് എന്നോട് പറഞ്ഞത്, ഈ വെയിറ്റ്, ഇത് ഒരു പ്രത്യേക യൂണിവേഴ്സ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. ഓരോ ബുക്കിലും വരുന്നത് അതേപോലത്തെ സംഭവങ്ങൾ. 2ാമത്തെ ബുക്ക് ഞാൻ തൊട്ടിട്ടില്ല. ഒരു കാര്യം ഇന്റർഫിയർ ചെയ്തതിന് സോറി. ഒരു കാര്യം ഗ്യാരണ്ടി തരാം, ഒരു 6 month ഗ്യാപ്പിൽ തന്നെ കഥകൾ വന്നുകൊണ്ടിരിക്കും. സോ യു ക്യാൻ റീഡ് സമാധാനമായിട്ട്. ഇപ്പം സെക്കൻഡ് ബുക്ക് ആഗ്നേയം കൈ കിട്ടി,
ആഗ്നേയം ബേസിക്കലി നമ്മൾ ഇത്രയും കാലം കണ്ടിരിക്കുന്ന ലൂസിഫർ എന്നുള്ള കൺസെപ്റ്റ് അല്ല അതിനകത്ത് പറയുന്നത്. ഓക്കെ. ലൂസിഫർ ഉണ്ട്, ബട്ട് അതിന് കുറെ ബാക്ക് കാര്യങ്ങളും ലൂസിഫറിനെ കൊന്ന ഒരാളാരാണെന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദു മിത്തുമായിട്ട് കണക്ട് ചെയ്യുന്നതും യുദ്ധവും കാര്യങ്ങളും. അതിന്റെ തേർഡ് പാർട്ട് ഓൾറെഡി DC ബുക്സിന്റെ അപ്രൂവൽ വന്നിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് അവരാണ്. സോ അതുകൊണ്ടാണ് ബുക്ക് വരാൻ താമസിക്കുന്നത്. സോ അവരുടെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കാൻ പോകണം. സോ അതിന്റെ തിരക്കുള്ളതുകൊണ്ട് അതർവൈസ് ബുക്ക് ഇറങ്ങേണ്ട സമയം. 3rd കഴിഞ്ഞു, 4th ചെയ്യുന്ന പയ്യൻ ഞങ്ങൾ മാത്രമല്ല എഴുതുന്നത്. ബേസിക്കലി ഞങ്ങൾ 8 പേരുണ്ട്. 8 പേര് ചേർന്നാണ് കഥ എഴുതുന്നത്. 8 പാർട്ട് കഥകളാണുള്ളത്. ഇത് ഈ ഓസ്മോ ക്രോണിക്കിൾസ് 2 യൂണിവേഴ്സ് ഉണ്ട്. ഓസ്മോ ക്രോണിക്കിൾസും ഉണ്ട്. ഓസ്മോ ക്രോണിക്കിൾസ് പറയുന്നത് ഹിന്ദു മിത്തോളജി ആയിട്ട് ഈ ഓസ്മോ ക്രോണിക്കിൾസ് എന്ന് പറയുന്ന ഒരു നെയിം ഇതുമായിട്ട് എങ്ങനെയാ കണക്ട് ആണ്? അത് പറഞ്ഞുതരാം. ആൾക്കാർ ഈ ഓസ്മോ എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്ത് ഭയങ്കര അർത്ഥമുള്ള സാധനമാണ്. അല്ല, ഇതിന്റെ കാര്യം DC ബുക്സിന്റെ അപ്മാർക്കറ്റ് ഫിക്ഷൻ എന്ന് പറഞ്ഞിട്ട് അവരൊരു ട്രെയിനിങ് ക്യാമ്പ് ഉണ്ടായിരുന്നു. അത് നടന്ന സ്ഥലം കോട്ടയത്തുള്ള പാലയിലെ ഓശാന മൗണ്ടൻസ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. സോ ഞങ്ങൾ യൂണിവേഴ്സ് അവിടെ നിന്നൊരു നിജു എന്ന് പറയുന്ന സുഹൃത്തിനെ കിട്ടി. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഥ എഴുതി ഈ പാർട്ടിലേക്ക് കൊണ്ടുവന്നു. ആഗ്നേയം വന്നു. അപ്പോൾ യൂണിവേഴ്സിനൊരു പേര് വേണം. ഇങ്ങനെ ആദ്യം ഞങ്ങൾ കുറെ നാർണിയ ക്രോണിക്കിൾസ് എന്നൊക്കെ, ക്രോണിക്കിൾസ് എൻ്റെ കണ്ടെടുത്തല്ല, ക്രോണിക്കിൾസ് നാർണിയക്കാരൊക്കെ മുമ്പേ കൊണ്ടുവന്നതാണ്. അപ്പോൾ യുണീക്ക് ആയിട്ടൊരു പേര് വേണം. ആദ്യം 2-3 സാധനമൊക്കെ സജസ്റ്റ് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ ഒരു ബ്ലെൻഡ് ആവതില്ല. അപ്പം ഞാൻ രാത്രിയിൽ ഇങ്ങനെ ഇവന് മെസ്സേജ് ഇട്ടു, എടാ നമുക്കൊരു കാര്യം ചെയ്യാം, ഓശാന മൗണ്ടൻ്റെ OSഉം മൗണ്ടൻ്റെ MOയും കൂടി എടുക്കാം. ഓസ്മോ എന്ന് പറയുന്ന പോലെ. പക്ഷെ ഞാൻ വിചാരിച്ചെന്താണെന്നറിയാമോ, ഇത് ഈ കഥയിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനവുമായിട്ട് ഇതിന് എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്നാണ് ഞാൻ ഈ നിമിഷം വരെ വിചാരിച്ചിരുന്നത്. ഇതിന്റെ ഫുൾ നെയിമാണ് ഓശാന മൗണ്ടൻ ക്രോണിക്കിൾസ്. മൂലങ്കുഴിയിലെ മൂയും സഹദേവന്റെ സായും ഓസ്മോ ക്രോണിക്കിൾസ്. പിന്നെ ഞങ്ങൾ പറയുന്ന കൺസെപ്റ്റിൽ ഈ ഓസ്മോ ക്രോണിക്കിൾസിൽ ഹിന്ദു മിത്തോളജിയാണ് പറയുന്നത്. പക്ഷേ ഹിന്ദു മിത്തോളജിയിൽ ലൂസിഫർ എങ്ങനെയാ വരിക? അതാണ് ബ്ലെൻഡിങ്. ഹിന്ദു മിത്തോളജിയാണ് മെയിൻ. അതിനകത്തോട്ട് നമ്മൾ വായിക്കുമ്പോൾ അതിനകത്തോട്ട് ബ്ലെൻഡ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പ്ലാൻ, മെയിൻ പരിപാടി. ആക്ച്വലി ഞങ്ങള് ഒരു പണ്ട് പട്ടാമ്പിയില് ഒരു കവിതയുടെ ഒരു പരിപാടി നടക്കാറുണ്ട്. അങ്ങനെ 22-ലാന്ന് തോന്നുന്നല്ലേ? 22-ല്. അപ്പൊ അന്ന് ഞങ്ങള് വേറെ കുറച്ച് എഴുത്തുകാരൊക്കെ ആയിട്ട് അങ്ങനെ സംസാരിച്ചതാണ് ഈ ഒരു സംഭവം. യൂണിവേഴ്സിനെ പറ്റി പറയുന്നത്. യൂണിവേഴ്സിറ്റി അന്നാണ്. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന ആളുകളല്ല, അതൊക്കെ പിന്നെ മാറി, പലരും പല വഴിക്ക് പോയി. പിന്നെയാണ് സാഹചര്യം പല രീതിയിൽ അതിന് പോയി. അങ്ങനെ പിന്നെയാണ് ഈ ഒരു ടീം ഫോം ചെയ്യുന്നത്. അത് എൻ്റർലി അവസർപ്പകം എന്ന് പറയുന്ന എഴുത്ത് ഗ്രൂപ്പ് ഫേസ്ബുക്കിൽ 2020 എന്നെ കൊണ്ട് കഥ എഴുതിപ്പിച്ച ഗ്രൂപ്പാണ്. എന്നെ കൊണ്ട് കഥ എഴുതിപ്പിച്ച ഗ്രൂപ്പാണ്. സോ അതിലുള്ള ആൾക്കാർ ഇവനൊക്കെ എഴുത്ത് നിർത്തിപ്പോയ ആൾക്കാരാണ്. ഞാൻ സമയത്തിന് ശേഷം സംഗീതത്തിന്റെ പിന്നെ എഴുത്തുകളൊന്നും കണ്ടിട്ടില്ല. അതെന്തായിരുന്നു, ഫെഡപ്പായിട്ട് പോയതാണ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് എക്സ്ട്രോവേർട്ട് ഇൻട്രോവേർട്ട് ആയി ഒരു ആംബിവേർട്ടിലോട്ട് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എടുക്കാൻ ഒരു ഗ്യാപ്പ് എടുത്തു. അതിന്റെ ഗ്യാപ്പിൽ പോയതാണ്. ഇവന്റെ ഇൻവെർട്ടറിന്റെ ട്രാൻസ്ഫോമർ ഒക്കെ മാറി ഇപ്പം മച്ചാൻ തിരിച്ചു വന്നു. പിന്നെ ഞാൻ സത്യം പറഞ്ഞ എന്താ പറയാ, നമ്മള് മുട്ടായി കവിതകളൊക്കെ എഴുതുന്ന ഒരാളായിരുന്നു. ആനന്ദം കണ്ടെത്തുന്ന ഒരു ചെറിയ ലോകമാണ് ആയിരുന്നു. അപ്പോഴാണ് ഈ രണ്ടാമത്തെ കോവിഡിന്റെ ടൈമിലാണ് ഈ ഗ്രൂപ്പ് കാണുന്നതും അതിൽ ജോയിൻ ചെയ്യുന്നതും. എനിക്ക് എന്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ആക്ഷൻ ത്രില്ലേഴ്സ് ആണ് വായിക്കാൻ എനിക്ക് ഇഷ്ടം. നമുക്ക് വായിക്കുന്ന ഇങ്ങനെ എനിക്ക് ഫീൽ ഗുഡിനെ കാട്ടി ഞാൻ ബിനുവിന്റെ കഥകൾ ആക്ച്വലി ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ എനിക്കൊരു കോപ്പി വരും. അപ്പം ഞാനിങ്ങനെ ഇതിരിക്കുന്നത് ആ ഒരു സാധനം അങ്ങനെ അതില് വായിച്ച് ഒരു അതില് വായിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് അതിൽ എന്നുള്ള ഒരു മെമ്പർ എന്റെ അടുത്ത് വന്നിട്ട് എഴുതാൻ പറഞ്ഞ് പിന്നെ ഞാൻ വേണോന്നൊക്കെ വിചാരിച്ചു. പിന്നെ എന്തായാലും കോവിഡ് അല്ലേ, വെറുതെ ഇരിക്കുന്നു, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, എന്നാൽ എഴുതിയേക്കാന്ന് വെച്ചിട്ടുള്ള അങ്ങനെ എഴുതിയാണ് ബ്ലാക്ക് റോസ് എന്നിട്ടുള്ള അതിങ്ങനെ അത്യാവശ്യം ഇതായിട്ട് വന്ന് പിന്നെ ഒരു 12 എപ്പിസോഡായപ്പോൾ 12 ഭാഗങ്ങളായപ്പോൾ 13ാമത്തെ ഭാഗം എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. ടോട്ടൽ അവിടെ നിന്നുപോയി. അത് പിന്നെ ഞാൻ 1-2 ചെറുകഥകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. പിന്നെയാണ് എന്റെ അന്യായ സാധനം എഴുതി വെച്ചിരിക്കുന്നത്. ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് പിന്നെ അവിടെ നിന്നാ. പിന്നെ അതങ്ങനെ അങ്ങ് പോയി. കറക്റ്റ് ആയിട്ടുള്ള കമ്പനി കിട്ടി. ടീമിലേക്ക് വരുന്ന നിജു സേതുനാഥ് എന്ന് പറയുന്ന പയ്യനാണ്, കൊല്ലത്തുള്ള ആള്, റൈറ്ററും കൂടിയാണ്. സോ ആളെയാണ് നമ്മൾ DC-യുടെ ക്യാമ്പെന്ന് പരിചയപ്പെട്ടത്. അത് കഴിഞ്ഞ് ജോയിൻ ചെയ്ത വ്യക്തിയാണ്
എനിക്ക് തോന്നുന്നത് സംഗീത് തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ സംഗീത് അല്ല സാൻ ആന്റണി ആള് വീഡിയോ എഡിറ്ററാണ്, ഗ്രാഫിക് ഡിസൈനറാണ്. ഞങ്ങളുടെ ക്യാരക്ടേഴ്സിന്റെ ഹെഡ് പുള്ളിയാണ്. ഇപ്പം എന്റെ കഥകൾ വായിക്കുമ്പോൾ ഏകദേശം ക്യാരക്ടർ രൂപം കിട്ടൂല, ആർക്കും പൊക്കം എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിലിംഗ് ഉണ്ടാവില്ല. അതിന്റെ ക്യാരക്ടർ സ്കെച്ച് നമുക്ക് ചെയ്തു തരുന്നത് സംഗീതവും സാനും ഒക്കെ കൂടിയിട്ടാണ്. സോ സാനിന് ശേഷം സംഗീതം വരുന്നു. അതിനുശേഷം ഉണ്ണികൃഷ്ണൻ കുളക്കാട്, പുള്ളി ഫേസ്ബുക്കിൽ എഴുത്തുകാരനാണ്. പുള്ളിയുടെ നിയോഗി സീരീസ് എന്ന് പറഞ്ഞു, ഓസ്മോ ക്രോണിക്കിൾസ് നിയോഗി സീരീസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം വരുന്നത്. പിന്നെ വന്നത് ശരത്ത്, ആളൊരു എക്സ് നേവി ഉദ്യോഗസ്ഥനാണ്. സോ കിട്ടില്ല റൈറ്റർ. ഞങ്ങളുടെ കൂടുതൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ടാലന്റഡ് റൈറ്റർ ഈ ശരത്താണ്. ശരത്ത് അന്യായ എഴുത്താണ്. അപ്പോൾ അതിലേക്ക് വരാം. അപ്പോൾ ശരത്ത് വരുന്നു. പിന്നീട് ഒരു ടീച്ചർ, പുള്ളിക്കാരി മന്നന്തരം എന്നൊക്കെ പണ്ട്, അതും ഭയങ്കര എഴുത്തുകാരിയാണ്. പുള്ളിക്കാരുടെ 3-4 പുസ്തകങ്ങളുണ്ട്. ടീച്ചറാണ് ആക്ച്വലി ഞങ്ങൾ ഈ തുള്ളിച്ചാടി നടക്കുന്ന ഞങ്ങളൊക്കെ അടക്കി ഒതുക്കി ഇരുത്തുന്നത്. പ്രൊഫഷണൽ ആക്കിയത് ടീച്ചറാണ്. ടീച്ചറുടെ സ്വഭാവം അങ്ങ് പുറത്തെടുത്ത് ടീച്ചറാക്കി ഞങ്ങൾ. ടീച്ചറായി. അത് കഴിഞ്ഞ് ലാസ്റ്റ് വന്നൊരു പയ്യൻ അബിൻ രാജ്, അന്യായ ഡ്രോയിങ്സ് ആണ്. പുള്ളി സ്കെച്ചസും കാര്യങ്ങളൊക്കെ അവൻ ചെയ്ത് കോഡക്സ് വായിച്ചിട്ട് ബേസിക്കലി എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, ചേട്ടാ കോഡക്സ് വായിച്ചു, നല്ല രസമുണ്ട്, അതിൽ ഒരു റോഡ് സൈഡ് ഫൈറ്റ് ഉണ്ടല്ലോ. അതായത് ഇവർക്ക് ഫസ്റ്റ് മെറ്റാ ഹ്യൂമൻ പവർ കിട്ടിയിട്ട് റോഡ് ചേട്ടൻ്റെ കഥ മറ്റേ നമ്മുടെ ലോക പോലെ ഉണ്ട്, പക്ഷെ അതിലെ ഫാക്ഷനെക്കാളും ഭംഗിയായിട്ട് ഇത് ചേട്ടൻ എഴുതിയിട്ടുണ്ട്, ഞാനത് വരച്ച് തരട്ടെ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ, നമുക്കിത് കിട്ടുന്ന ഒരു അംഗീകാരമല്ലേ. ഞാനത് വിട്ടു. പിന്നെ മച്ചമ്പിയുടെ കോൺടാക്ട് ഒന്നുമില്ല. കുറേ നാൾ കഴിഞ്ഞിട്ടുണ്ട് ആശാൻ എനിക്ക് ഫോട്ടോസ് അയച്ചിട്ട് വോയിസും, ചേട്ടാ സുഖമില്ലാതിരിക്കുമായിരുന്നു, വയ്യ, എന്നാലും ചേട്ടനോട് പറഞ്ഞ കമ്മിറ്റ്മെൻറ്റ് വെച്ചിട്ട് അത് കൊള്ളത്തില്ല എന്നറിയാം, പിന്നെ ഞാൻ സൗകര്യമുള്ളപ്പോൾ എനിക്ക് പറ്റുന്ന സമയത്ത് ഞാൻ ഒന്നും കൂടെ വരച്ചു തരാം. അയ്യോ, അത് ഗ്രൂപ്പിലിട്ടിട്ടേ കിളി പറന്നുപോയി. എമ്മാതിരി ക്യാരക്ടർ പെൻസിൽ വെച്ച് വരച്ചിരിക്കുന്നവരെ. എന്നിട്ട് ഞാനതിനെ എയിൽ പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഈ സാധനം അപ്ലോഡ് ചെയ്ത് അതിനെ ഗ്രാഫിക്സിലേക്ക് മാറ്റി. മലയാളത്തിൽ ഈ സാധനം വരച്ച് ഗ്രാഫിക് നോവലാക്കിയിട്ട് ഇറക്കി കഴിഞ്ഞാൽ റേറ്റഡ് കാറ്റഗറിയിൽ ഫസ്റ്റ് വയലന്റ് ഗ്രാഫിക് നോവലായിട്ട് ഇറക്കാൻ പറ്റും. അത്രയും വരയ്ക്കുന്നൊരു പയ്യനാണ്, അമ്മാതിരി തല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ടീം. ഈ ടീം വരുന്നു. അപ്പോൾ കഥകൾ കോഡക്സ് വന്നു. കോഡക്സിന് ശേഷം ആക്ച്വലി പ്ലാൻ ചെയ്തത് സ്ക്രൈബ് എന്ന് പറയുന്ന ഒരു നോവലായിരുന്നു. സ്ക്രൈബ് ഇടയ്ക്കൊരു മടി പോലെ വന്നപ്പം ഒരു 3-4 വർഷം മുമ്പ് എഴുതി വെച്ച ആഗ്നേയത്തിനെ പൊടി തട്ടിയെടുത്തു. എന്തുകൊണ്ട് ഇതിലേക്ക് കൊണ്ടു ബ്ലെൻഡ് ചെയ്തു. അങ്ങനെ ആഗ്നേയം ഒരു 14 പ്രാവശ്യം ഞാൻ പൊളിച്ചെഴുതിയ നോവലാണ്. പൊളിച്ച് അതിലേക്ക് ഇതിൻ്റെ ക്യാരക്ടർ, ഇതിൻ്റെ കാര്യങ്ങൾ കൊണ്ടുവന്ന് പ്രപഞ്ചം ഉണ്ടായതിൻ്റെ കൺസെപ്റ്റ് കൊടുത്ത്. അതാണ് നേരത്തെ ചോദിച്ച ലൂസിഫറിൻ്റെ കാര്യം. ലൂസിഫർ എങ്ങനെയുണ്ടായി, ലൂസിഫറിൻ്റെ അച്ഛനാര്, അമ്മയാര്, ലൂസിഫറിൻ്റെ സഹോദരങ്ങൾ എത്ര പേര്, വാമ്പയേഴ്സ് എങ്ങനെയുണ്ടായി, ഫുൾ ഡീറ്റെയിലിംഗ് വെച്ചുള്ള സാധനം ക്രിയേറ്റ് ചെയ്തു. അത് നേരെ DC ബുക്സിന് കൊടുക്കുന്നു. ഫസ്റ്റ് കോഡക്സ് ചെയ്തത് ലോഗോസ് ബുക്സ് ആണ്, പട്ടാമ്പിയിലുള്ള. ഇത് നേരെ DC കൊടുക്കുന്നു. 1 month കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഓക്കെയാണ്. ഭയങ്കര ഹാപ്പിനെസ്. അന്ന് സൗദിയിലാണ് ഞാൻ ഇവിടെ ജോലി ചെയ്യുന്ന സമയം. ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ യൂണിവേഴ്സിന് ലോഗോ ഉണ്ട്, ലോഗോ വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഫസ്റ്റ് എഡിഷൻ കഴിഞ്ഞിട്ട് വെച്ചാൽ പോരെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മതി. ഗോഡ് ഗ്രേസ് ഒരു 4 മാസം കൊണ്ട് ഫസ്റ്റ് എഡിഷൻ കംപ്ലീറ്റ് കഴിഞ്ഞു. സെക്കൻഡ് എഡിഷൻ വന്നപ്പം DC പോലെ മലയാളത്തിലെ പുസ്തകങ്ങളുടെ 60% ഷെയർ ഹോൾഡറാണ് DC. 60+% ഷെയർ ഹോൾഡേഴ്സ് അവരാണ്. അതിൽ DC-യുടെ ലോഗോ കൂടാതെ ഞങ്ങളുടെ യൂണിവേഴ്സിന്റെ ലോഗോ. കാരണം അവരുടെ ലോഗോയുടെ കൂടെ തന്നെ മറ്റൊരു ലോഗോ കൂടി ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെയാണ്. അങ്ങനെ അപ്രൂവൽ ചെയ്യാറില്ല നോർമലി. ഇതിന്റെ ഒരു സർക്കുലേഷൻ കൊണ്ടായിരിക്കും. അതൊരു മാർക്കറ്റിംഗ് ടൂളും കൂടിയാണല്ലോ ഈ ലോഗോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോ അതായത് ഇപ്പോ ആൾക്കാർക്ക് ഈ വായന എന്ന് പറയുന്ന ഒരു സാധനം കുറഞ്ഞിരിക്കുന്ന ഒരു ടൈമാണ്. കുറച്ചും കൂടി വിഷ്വൽ മീഡിയയിലേക്ക് ആൾക്കാർ പോകുന്ന ഒരു സമയം. അപ്പൊ ഈ മൾട്ടി യൂണിവേഴ്സ് അല്ലെങ്കിൽ മാർവൽ സീരീസ് ഇതിനെ പറ്റിയൊന്നും സാധാരണക്കാർക്ക് അറിയാത്തൊരു ഒരു സമയത്ത് ലോകയാണ് ഇവിടെ അതിനകത്തുനിന്ന് ഒരു മാറ്റം കൊണ്ടുവന്നത്. ഈ പറഞ്ഞ പോലെ മിത്തുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് പഴയ സംഗതി തന്നെ, അതായത് നമ്മളൊക്കെ കണ്ട, പക്ഷെ ഇവിടുത്തെ ആൾക്കാർക്ക് വലിയ ഇതില്ല. പക്ഷെ ഇത് വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് ലോകയൊക്കെ എവിടെയോ കിടക്കുന്നു എന്നാ തോന്നിയത് ആക്ച്വലി. അപ്പൊ ഇത് ഭയങ്കര ചലഞ്ചിങ് അല്ലേ? ഇപ്പൊ ഫ്രിക്ഷനിൽ ആൾക്കാർ ഉണ്ടാക്കി വെക്കാത്ത സാധനങ്ങളൊന്നും ഇല്ല. അതെത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു സംഭവം മേക്ക് ചെയ്യാൻ? ഇത് സംഭവം എന്താണെന്ന് വെച്ചാലേ, നമ്മള് ഇപ്പോ ഈ പറഞ്ഞ പോലെ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്നാണെങ്കിൽ പോലും അതിൽ എന്തെങ്കിലും നമ്മൾ വ്യത്യസ്തത കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ പാളിപ്പോവും. ഇപ്പോ ലോക എന്ന് പറയുന്നത് കല്യാങ്കാട്ട് നീലി. ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്ന കഥകളിലുള്ള മെയിൻ ഹീറോയിനാണ് കല്യാങ്കാട്ട് നീലി, അല്ലെങ്കിൽ ഒരു മെയിൻ കഥാപാത്രമാണ്. അതിനെ വേറൊരു രീതിയിൽ മിക്സപ്പ് ചെയ്തിട്ടാണ് അവര് ചെയ്തിട്ടുള്ളത്. നമുക്ക് അത് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്നതും ഇങ്ങനത്തെ ചിലപ്പോ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ശരിക്കും അതിനകത്തൊന്നും ഇല്ല ചിലപ്പോൾ തോന്നിപ്പോ. പുതിയൊരു കാര്യം വിശ്വസിപ്പിക്കുന്നതിലും എളുപ്പമാണ്
ഓൾറെഡി പരിചയിച്ചു വന്ന മിത്തുകളുമായിട്ട് ഇത് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അത് കിട്ടുന്നുണ്ട്. ആ ഒരു സംഗതി ഇതിലും പ്രയോജനം. ഞാൻ പറഞ്ഞുതരാം. അതായത് യൂണിവേഴ്സ് ക്രിയേഷൻ, ഭൂമി ഉണ്ടായത് ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നതാണ്. ബിഗ് ബാങ് തിയറിയെ ഗോഡ്സ് പാർട്ടിക്കിളിന്റെ കണ്ടുപിടുത്തത്തോടു കൂടി തള്ളിക്കളഞ്ഞ ഒരുപാട് സയന്റിസ്റ്റുകൾ ഇന്നുണ്ട്. സോ ഈ ബിഗ് ബാങ് തിയറിയെ ഞാൻ വേറൊരു വെർഷനിൽ കൊണ്ടുവന്നു. അതായത് ഇരുട്ട് നിറഞ്ഞ പ്രപഞ്ചത്തിൽ 5 ഗ്രഹങ്ങൾ, അവരാണ് സുപ്രീം പ്രൈമോഡിയൽസ്. അവർക്ക് മേലെ ഇനി ഒന്നുമില്ല, സുപ്രീം പ്രൈമോഡിയൽസ്. ആ ഗ്രഹങ്ങളിലെ ഒരു ചീഫ് സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു, സനേതൻ എന്ന് പറയുന്നത്. ഈ സനേതന്റെ തലയിൽ ഉരുത്തിരിഞ്ഞ സാധനമാണ് ബിഗ് ബാങ്. കാരണം ഈ 5 ഗ്രഹങ്ങൾ മാത്രമായിട്ട് ഒന്നും ചെയ്യാനില്ല. സോ അയാളൊരു ബ്ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഈ ബ്ലാസ്റ്റിന്റെ ഫലമായി 12 ഗ്രഹങ്ങളുണ്ടായി. ഈ 12-ൽ 6 ഷാഡോ ഡൊമൈനും 6 ലുമിനസ് ഓർഡറും. ഷാഡോ ഡൊമൈൻ എന്ന് പറയുമ്പോൾ കറുത്ത ശക്തികൾ, അതായത് ഈ പൊട്ടിത്തെറിയുടെ ബാക്കി വന്ന കറുപ്പും ഈ സാധനങ്ങളൊക്കെ ചേർന്നുണ്ടായ ലുമിനസ് ഓർഡർ എന്ന് പറയുന്ന ഉള്ള 6 ഗ്രഹങ്ങൾ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അവരാണ് പ്രപഞ്ചത്തിലുള്ള. അതിനുശേഷം ഈ ബിഗ് ബാങ്ങിന് ശേഷം ഭൂമിയിൽ ഈ ഈ പ്രപഞ്ചത്തിൽ പല ഗ്രഹങ്ങളുണ്ടായി. അവിടെ കറുപ്പും വെളുപ്പും ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ നന്മകൾ പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ലുമിനസ് ഓർഡറിന്റെ ചാർജ്. ഷാഡോ ഡൊമൈൻ്റെ തീരുമാനം എന്താ? ഈ പ്രപഞ്ചം മുഴുവനും ഞങ്ങളുടെ കൺട്രോളിൽ വരണം, കറുപ്പ്. അപ്പോൾ സനേതന്റെ തലയിൽ ഇയാൾ ഭയങ്കര ബുദ്ധിമാനാണ്. സനേതൻ ഇങ്ങനെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ആ സമയത്താണ് അമ്പ്രത്താർ എന്ന് പറയുന്ന ഒരു ഡാർക്ക് ഷീൽഡിനെ പറ്റി ഇയാൾ പഠിക്കുന്നത്. അത് ഈ നമ്മൾ ആദ്യം പറഞ്ഞ ലുമിനസ് ഓർഡർ അവരുടെ ശക്തി ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കറുത്ത ശക്തികളാണ്. അവിടെ സമയവും കാലവും എല്ലാം കറുപ്പിൽ മുങ്ങിക്കിടക്കുകയാണ്. കറുത്ത ശക്തികളാണ് അവിടെ. അതിനെ സീൽ ചെയ്തിരിക്കുന്നത്. അതിനെ പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ലോകം തന്നെ ഭരിക്കാമെന്നുള്ളത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു വേറെ ചിന്ത. അത് നമ്മുടെ ഷാഡോ ഡൊമൈനിലുള്ള ഒരു ചക്രവർത്തി, വർട്ടാക്സ് എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയുമായിട്ട് ഇയാളൊരു കരാർ ഒപ്പിടുകയും ആ കരാറും പ്രകാരം ഒരു ആയുധം ഒരു ഗ്രഹത്തിൽ നിന്നും കൊണ്ടുവരും, ഡാർക്ക് സ്പിയർ എന്ന് പറയുന്ന ഒരു ആയുധം കൊണ്ടുവരികയും അത് ഫുൾ ചാർജിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെലസ്റ്റിയൽ ഷീൽഡ്, അത് ഉംബ്രത്താർ എന്ന് പറയുന്ന ആ കറുത്ത അവിടെയുള്ള ഷീൽഡ് തകർക്കാം. ആ ശക്തികൾ പുറത്തു വരും, ഒപ്പം ഇവർക്കൊപ്പം ചേരും. അതോടുകൂടി കഴിഞ്ഞു, പ്രപഞ്ചം മൊത്തം ഇവരുടെ കയ്യിൽ വരും. അപ്പോൾ അതിന് അഗെയിൻസ്റ്റ് ഈ സംഭവം മുൻകൂട്ടി ഈ അറിഞ്ഞ അലോൺ എന്ന് പറയുന്ന ഒരു മെസ്സഞ്ചർ ഉണ്ട്. മെസ്സഞ്ചർ ഇത് മനസ്സിലാക്കുകയും സനേതനെ തോൽപ്പിച്ച് ഉംബ്രത്താറിൽ തടവിലാക്കുകയും ചെയ്യും. ഉംബ്രത്താറിൽ തടവിലാക്കുന്ന സമയത്ത് ഇയാളുടെ കാമുകി സെറാഫേൽ എന്ന് പറയുന്ന കാമുകിയുണ്ട്. പുള്ളിക്കാരി പ്രഗ്നൻ്റ് ആയിരുന്ന ഇവളെയും കുറേ ടോർച്ചർ ചെയ്തതിന് ശേഷമാണ് സനേതൻ്റെ അടുത്തേക്ക് ഉംബ്രത്താറിൽ തടവിലാക്കുന്നത്. അവിടെ വെച്ച് അവർക്കൊരു കുട്ടി ജനിക്കും. ആ കുട്ടിയിൽ അവിടെയുള്ള ഡാർക്ക് ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ശക്തികൾ ആ കുട്ടിയിൽ വരികയും, എന്നാൽ അതിനൊപ്പം തന്നെ നല്ല രീതിയിലായിരുന്ന സമയത്ത് സെലസ്റ്റിയൽ അക്കോർഡുകൾ കൊടുത്ത ഒരു അനുഗ്രഹമുണ്ട്. അതിന് രണ്ടും കിട്ടിയിട്ട് ആ നല്ല വശമുണ്ടല്ലോ, പോസിറ്റീവ് ഷെയ്ഡിനെ ഈ നെഗറ്റീവ് കവർ ചെയ്ത് വെക്കും. അങ്ങനെ ജനിക്കുന്ന കുട്ടിയാണ് ലൂസിഫർ. ഇതാണ് നിന്റെ ക്രിയേഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഡാർക്ക് സ്പിയർ ഫുൾ ചാർജ് ആവണമെന്നുണ്ടെങ്കിൽ മോണോ ആറ്റോമിക് ഗോൾഡ് എന്ന് പറയുന്ന ഒരു മൂലകം വേണം. ഈ മൂലകം പ്രപഞ്ചത്തിൽ ആകെയുള്ളത് ഭൂമിയിൽ മാത്രമാണ്. ഇതെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ വെർട്ടാക്സ് എന്ന് പറയുന്ന ആൾ യാത്ര തിരിക്കുകയും അതിന് അഗെയിൻസ്റ്റ് ലുമിനസ് ഓർഡറിലുള്ള ഒരു ഗ്രഹത്തിലെ പ്ലാനറ്റിലുള്ള 3 പേര്, നമ്മുടെ ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ് എന്നുള്ള കൺസെപ്റ്റ് ഞാൻ പേര് മാറ്റി. അവിടെ പേര് പറഞ്ഞിരിക്കുന്ന 3 പേരുകളാണ്. വൈരിയോൺ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ശ്രീകൃഷ്ണനെയാണ്. ഞാൻ എവിടെയും പോയിട്ട് ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈരിയോ ഇതെന്ത് സാധനം, ആ ഒരു ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പേരുകൾ മാറ്റി. വൈരിയോണിന്റെ നേതൃത്വത്തിൽ ആ പ്ലാനറ്റിന്റെ പേരാണ് ഔറാലിത്തിന്റെ രാജകുമാരനായിരുന്ന ഔറാലിയോണും ഇവരും എല്ലാം കൂടെ ടീമായിട്ട് ഭൂമിയിലേക്ക് ആദ്യം തന്നെ എത്തിച്ചേരുകയും ഇവിടെയുള്ള ഉണ്ടായിരുന്ന ജീവിയിൽ രൂപമാറ്റങ്ങൾ വരുത്തി മനുഷ്യനെ സൃഷ്ടിക്കുകയും ചെയ്യും. അങ്ങനെ ഇവർ ഈ സാധനം മുഴുവൻ, ഈ മോണോആറ്റോമിക് ഗോൾഡ് മുഴുവൻ ഇവിടുന്ന് വേറൊരു രഹസ്യ സ്ഥലത്തേക്ക് ഭൂമിയിലുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കും. അതിനുശേഷം നടക്കുന്ന യുദ്ധമാണ്. ഇതെല്ലാം കഴിയുമ്പോഴേക്കും ഏകദേശം മറ്റേ പുള്ളിയും ഭൂമിയിലെത്തും. ഇവിടെ വെച്ചൊരു മഹായുദ്ധം നടക്കും 5000 വർഷം മുമ്പ്. ആ യുദ്ധമാണ് മഹാഭാരത യുദ്ധമായി മനുഷ്യന്റെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടത്. ബേസിക്കലി ഇറ്റ്സ് ആൻ ഏലിയൻ വാർ എന്നാണ് ഞങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അന്ന് മുതലേ ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ലോകയുടെ യൂണിവേഴ്സിറ്റിയിലും തുടക്കത്തില് ആനിമേഷനിൽ ഇങ്ങനെ ഒരു വാറിനെ പറ്റി കാണിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ പാരലൽ യൂണിവേഴ്സ് ഇതുപോലെ ഫിക്ഷണലായിട്ട് ഉണ്ടാക്കുന്ന എല്ലാത്തിലും ഈ ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്. ഇത് ശരിക്കും നമ്മുടെ സയന്റിഫിക്കലി ഉള്ള ഒരു സംഗതിയായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? കുറെ സ്യൂഡോ തിയറികളുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ, ഇനി വേറെ പേര് തന്നെ പറയും. ഉദാഹരണം പറയാം. ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി നരകാസുരനെ കൊല്ലാൻ വേണ്ടി അന്തരീക്ഷത്തിൽ നിന്ന് തിളങ്ങുന്ന മിന്നൽ പോലുള്ള ഒരു ആയുധം പ്രയോഗിച്ചു എന്ന് പറയുന്ന ഒരു കോൺസ്പിറസി തിയറി ഉണ്ട്. ഒപ്പം അന്തരീക്ഷത്തിൽ ആ സമയത്ത് നിരവധി
പേടകങ്ങൾ പറന്നു നടന്നു എന്ന്. അപ്പൊ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹീസ് ആൻ ഏലിയൻ ഓർ ഹീ ഹാവ് ദ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഏലിയൻസ്. ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ പറയുന്ന അങ്ങനെ ഏലിയൻ ആയിരിക്കണം. അത് കൂടാതെ ഒരു യൂറോപ്യൻ യൂണിവേഴ്സിറ്റി ഇപ്പൊ ഒരു പഠനം തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ദൈവങ്ങൾ എന്ന് വിചാരിക്കുന്നവർ മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് വന്ന ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് വ്യൂ പറയാം. നമ്മൾ എന്തിനെ തൊഴുത് ആരാധിക്കുന്നത്? നമ്മൾ ആരാധനയോടുകൂടി ഒന്നിനെ കാണുന്നില്ല. ഇതാണ് പോയിന്റ്. മനുഷ്യനായിരുന്ന നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് ദോഷം ചെയ്തുകൊണ്ടിരുന്ന പലതിനെയും നശിപ്പിക്കുകയോ അടക്കി നിർത്തുകയോ ചെയ്ത ആ വന്ന ആൾക്കാരെ ആരാധനയോടെ കാണാൻ തുടങ്ങി. എന്റെ കൺസെപ്റ്റ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ഇതാണ്. എല്ലാ ഗോഡും നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യനാണെന്നൊക്കെ പറയാമെങ്കിലും മനുഷ്യനിൽ അപ്പാർട്ട് എന്തോ അവരിലുണ്ടെന്ന്. ഇപ്പൊ രാമരാവണൻ സാധാരണക്കാരനായിട്ട് നിൽക്കുന്നതും ഈ സാധാരണക്കാരിൽ നിന്ന് അസാധാരണത്വം കൈവരിക്കുന്ന സാധാരണ അല്ലാത്ത അസാധാരണത്വം ഉള്ളതിനെ നമ്മൾ എപ്പോഴും ആരാധനയോട് കൂടിയോ അല്ലെങ്കിൽ എന്തായാലും ഇത് ആ രീതിയിലാണ് നമ്മുടെ ഈ സാധനം പോകുന്നത്. ഇപ്പൊ ഈ ശ്രീകൃഷ്ണന്റെ ഇതിപ്പോ നോർമലി നമ്മൾ എടുത്തിട്ട് ഇപ്പോ രാമായണം പോലെയോ അല്ലെങ്കിൽ മഹാഭാരതം പോലെയോ ഒക്കെ ഒരു കഥയായിട്ട് ഇത് അവതരിപ്പിക്കുന്നില്ല. ഇല്ല, നമ്മുടെ ഒരു ഫിക്ഷണൽ തോട്ടും ഇത് കൂടി ചേർത്തിട്ട് വേറെ രീതിയിലോട്ട് പോകും. ഇപ്പോ നമ്മുടെ ദളപതി സിനിമ ശരിക്കും എന്താ കർണന്റെ കഥയാണ്. ജനനവും അതെ കർണന്റെ മഹാഭാരതത്തില് കർണനും ദുര്യോധനനുമാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. കർണന്റെ ജനനം എങ്ങനെയായിരുന്നു? ഉപേക്ഷിക്കുന്നത്. അപ്പൊ ഇതും ഇതിനകത്തും ഉപേക്ഷിക്കുന്നു. ഇപ്പോ ആ സമയത്ത് മണിരത്നം പോലത്തെ ഒരു ലെജൻഡറി ഡയറക്ടർക്ക് നിന്ന് ഇതേ കുറിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അധികം പേർക്ക് അത് അറിയില്ല. ഇതാണ് അതിന്റെ ബേസിക് കൺസെപ്റ്റ് എന്നുള്ളത്.